ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഓഡിയൻസ് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ഹോം പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യും, ഒരു ടോട്ടൽ വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും, അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേരിയസ് എലമെൻറ്റ്സ് പറഞ്ഞു. അതിൻ്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, അതിനൊരു പ്രോപ്പർ ലേ ഔട്ട് ഉണ്ടായിരിക്കണം, പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതിൻ്റെ യൂസ് ചെയ്യുന്ന ഫോൺസ്, ഡിഫറെൻറ്റ് ഫോൺസ് ഉണ്ട്, ടൈപ്പോഗ്രഫി, അത് നമ്മൾ നോക്കണം. ദെൻ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രപ്പോർഷൻ, റിട്ടേൺ കണ്ടൻറ്റും ആൻഡ് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഇമേജസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ്, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എലമെൻറ്റ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് നമ്മളുടെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ്, നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് ആരൊക്കെയാണ് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിയൻസ് റിക്വയർമെൻ്റ് ആണ്. So who is an audience? Audience is any group of people with some measurable characteristics in common which influences how relevant and significant they are to specific outcomes. ഓക്കെ, അപ്പം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതിയാൽ മതി. ഓഡിയൻസ് എന്താണ്? ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്താ അറിയാം, ഹു ഈസ് ദ വ്യൂവേഴ്സ് അല്ലേ? നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അത് വ്യൂ ചെയ്യുന്ന ഏതൊരു പേഴ്സണെയും നമുക്കതിൻ്റെ ഓഡിയൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇനി വിത്ത് സം മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ, അവർക്ക് കോമൺ ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇ-കൊമേഴ്സ് മേഖലയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ഒരു ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവർക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്, ഒരു ഇ-കൊമേഴ്സ് കസ്റ്റമേഴ്സ് ആണെന്നുള്ളൊരു ഗ്രൂപ്പിൽ ഉള്ളവരാണ് ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടേസ്റ്റ് അവർക്ക് ഉണ്ടാകും. ദെൻ ഹൗ റെലവൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ദേ ആർ ടു സ്പെസിഫിക് ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റ് വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പേഴ്സണെയാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രോപ്പർ ഓഡിയൻസ് ആരൊക്കെയാണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ചിലപ്പം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാകും. ചിലപ്പം യങ്ങർ പീപ്പിൾ ഉണ്ടാകും, ചിലപ്പോൾ ഓൾഡർ ആയിട്ടുള്ള യൂസേഴ്സ് വരുന്നുണ്ടാകും, അതല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ടാകും, കുറച്ചുകൂടെ ടെക്നിക്കലി നോ ഹൗ കൂടുതലുള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഫ്രഷ് യൂസേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ നമ്മളുടെ ഓഡിയൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറീനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ലേഡീസിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അവിടെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ലേഡീസാണ് അല്ലെങ്കിൽ കിഡ്സ് വെയർ ആണ് എന്നുണ്ടെങ്കിൽ, അത് മിക്സായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറീനെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പ്രോപ്പർ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, നമ്മളുടെ ഓഡിയൻസ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഓഡിയൻസിൽ തന്നെ നമുക്ക് ചില കേസിൽ നമുക്ക് അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വെബ്സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിനെ കുറിച്ചൊരു ഡാറ്റ അവൈലബിൾ ആവണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം,
നമ്മളുടെ ഓഡിയൻസ് ആരാന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ ഡെവലപ്ഡ് മറ്റ് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് കസ്റ്റമേഴ്സ് എന്താണോ അതിൻ്റെ ബേസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കണം. ദെൻ അതിൻ്റെ ബേസിൽ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. ഇനി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ആസ്പെക്റ്റ് നോക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒരു 5 പോയിൻ്റാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്ലൈഡിൽ നമുക്ക് ഇതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓഡിയൻസ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കളർ സ്കീം. കളർ സ്കീം, അതായത് വെബ്സൈറ്റ് എങ്ങനത്തെ കളേഴ്സിലായിരിക്കണം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കളർ സ്കീം എന്ന് പറയുമ്പം നമുക്ക് ചില വെബ്സൈറ്റിൻ്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില കളേഴ്സ് മൈൻഡിൽ വരും. അപ്പോൾ ഓരോ കളേഴ്സിനും നമ്മളിപ്പം കാണുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ കളറാണ്, ഒരു റോയൽ ബ്ലൂ കളറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈനിങ് നടത്തിയിട്ടുള്ളത്. ഓവറോൾ ഡിസൈനിങ് എന്ന് പറയുന്നത് അതിൻ്റെ ലോഗോ അടക്കം ബ്ലൂവിലാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ബ്രാൻഡ് നമ്മളുടെ മൈൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കളർ സ്കീംസ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ലോഗോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഓവറോൾ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളർ സ്കീം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ കളർ സ്കീം വരും. ദെൻ പ്രോപ്പർ ലേഔട്ടിൻ്റെ കളർ സ്കീം, അതായത് ടോട്ടലായിട്ട് ഒരു പേജ് കൂടാതെ മറ്റ് പേജസിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സെയിം കളർ സ്കീം ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പം വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ കളർ സ്കീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ ഓരോ കളർ സ്കീം എന്ന് പറയുന്നത് ഇപ്പം നാച്ചുറൽ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ കളേഴ്സിലായിരിക്കും കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ പ്ലസ് ബ്രൗൺ കളേഴ്സിലായിട്ടായിരിക്കും ഓർഗാനിക് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന വെബ്സൈറ്റ് കൂടുതലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഓരോ കളേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്, എയിം ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എനിവേ കളർ സ്കീം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് പർപ്പസ് എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിന് കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ കളർ സ്കീം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് അവർ image of the business or our brand of the business, and it should properly communicate the message to the audience. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് നിങ്ങൾ ഗ്രീൻ കളർ, ഈ ഒരു ഗ്രീൻ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് ഏതെങ്കിലും നോക്കുക, സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും അതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ്. നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ കളർ സ്കീംസ് നോക്കിയാൽ മതി. ഇപ്പോൾ ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള കളർ സ്കീംസ് യൂസ് ചെയ്യും, അതായത് മോർ ദാൻ 1 or 2 കളർ സ്കീംസ് യൂസ് ചെയ്യും. ചില വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ സ്കീംസിൽ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കളർ സ്കീമാണ്. കളർ സ്കീം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ബിസിനസ് ഇമേജിനെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആൻഡ് അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ മെസ്സേജ് എന്താണോ അത് പ്രോപ്പർലി ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നതായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലേഔട്ടാണ്. ലേഔട്ട് മീൻസ് നമ്മൾ പറഞ്ഞു ഓവറോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. ഇനി ഓഡിയൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ലേഔട്ട് എന്നുള്ള പോയിൻ്റ് ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മളുടെ ഒരു ലേഔട്ട് ഫിക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഓൾഡായിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് കാറ്റർ ചെയ്യേണ്ടത് എന്ന് വയ്ക്കാം. ഓൾഡായിട്ടുള്ള
അല്ലെങ്കിൽ കുറച്ചുകൂടെ നോളജ് കുറഞ്ഞ ആൾക്കാരാണ് നമ്മളുടെ ഓഡിയൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഈസി മാനറിലായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിങ്, ടാബ് മീൻസ് അതിൻ്റെ ബട്ടൺസ്, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് കൊണ്ടുവരാൻ പാടില്ല. എങ്ങനെയാണ് ഈസി മൈൻഡ് എന്ന് പറയുന്നത്? അവർക്ക് ജസ്റ്റ് ഐക്കൺസ് വെച്ചുകൊണ്ടുള്ള ബട്ടൺസ്, ക്ലിക്ക് ബട്ടൺസ് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് പേജിൽ നിന്ന് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നതിനായിട്ട് ആരോ ബട്ടൺസ് കൊടുക്കുക. അങ്ങനെ കൂടുതലായിട്ട് ഇമേജ് വൈസ് അല്ലെങ്കിൽ ഡയറക്ഷൻ വൈസ് വരുന്ന ബട്ടൺസ് ഈസി മാനറിലായിരിക്കും. ഓൾഡ് അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈവൻ ഫ്രഷ് യൂസേഴ്സിനാണെന്നുണ്ടെങ്കിലും യൂസബിൾ ആവുന്നത്. അതേസമയം നമ്മളൊരു പ്രൊഫഷണലി വെൽ ആയിട്ടുള്ള പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലി നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടീനേജേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പ്രോപ്പർ ലേഔട്ട് ഡിസൈൻ ചെയ്യണം. അപ്പം അതിന് നാവിഗേഷൻ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ മീൻസ് നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് അല്ലെങ്കിൽ സെയിം പേജിൽ തന്നെ അക്രോസ് നമുക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാവിഗേഷൻസ് യൂസ് ചെയ്യുന്നത്. നാവിഗേഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് യൂസേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ബട്ടൺസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പേജിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ അതൊന്ന് ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബട്ടൺസ് പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് അവർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി മൂവ് ചെയ്യുന്നതിന്. പക്ഷേ അതേസമയം നമുക്ക് ടെക്നിക്കലി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ മെനൂസ് കൊടുക്കാം. അതായത് നമുക്ക് സ്ക്രോൾ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാം, ഒരു പേജിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് കഴിയും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഒരു ലേഔട്ടിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈനിങ് കൊണ്ടുവരാൻ പറ്റും. അപ്പം അത് നമ്മളുടെ ഓഡിയൻസിനെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ലേഔട്ട് സെറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഫോണ്ട് ആൻഡ് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ട് ആൻഡ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോണ്ട് സൈസസും അവൈലബിൾ ആണ്. ഫോണ്ടിൻ്റെ ടൈപ്പ് ആണെങ്കിലും സൈസ് ആണെങ്കിലും ഡിഫറെൻറ്റ് അവൈലബിൾ ആണ്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഉള്ളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ടായിരിക്കും കാണാൻ കഴിയുന്നുണ്ടാവുക. പക്ഷേ അതേസമയം നമ്മൾ കിഡ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യങ് പീപ്പിളിന് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിലൊക്കെ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോമിക് സ്റ്റൈൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോണ്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ടുകൾ കാണാൻ കഴിയും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, യങ് ചിൽഡ്രനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവറോൾ ലേഔട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ടുകൾ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ അതേസമയം പ്രൊഫഷണൽ ആകുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വ്യൂ ആണ് വേണ്ടത്. അത് നമ്മളുടെ നോർമൽ യൂസേഴ്സ് അല്ല വ്യൂ ചെയ്യുന്നത്, കുറച്ചുകൂടെ ഹൈ കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ നമ്മളുടെ ബിസിനസ് വെബ്സൈറ്റ് പോലത്തെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സെരിഫ് ടൈപ്പ് ഓഫ് ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫോണ്ടിൻ്റെ ടൈപ്പാണ്. ഇനി അതുപോലെ ഫോണ്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫോണ്ട് സൈസ് എന്ന് പറയുന്നതും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് സൈസ് ഉണ്ടാകും, സ്മോൾ ടു ലാർജ്. അപ്പോൾ അതിൽ നമ്മൾ ടു സ്മോൾ ടൈപ്പ് സാധാരണ വെബ്സൈറ്റിന് യൂസ് ചെയ്യാറില്ല. കാരണം അത് കൂടുതൽ നമ്മളുടെ ഒരു വെബ്സൈറ്റിൻ്റെ വ്യൂവിന് കൂടുതൽ കൺസിസ്റ്റഡ് ആയിട്ട് തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒരു മീഡിയം ലെവലിലുള്ള ടൈപ്പാണ് അല്ലെങ്കിൽ ഫോണ്ട് സൈസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ കൂടുതൽ സ്മോൾ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ ഓൾഡർ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഈസിലി വ്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ വലിയ സൈസ് ആണ് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കുന്നത്. ദെൻ കണ്ടൻ്റാണ്.
നെക്സ്റ്റ് വരുന്നത് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനാണ്. കണ്ടൻറ്റ് മീൻസ് നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു റിട്ടേൺ കണ്ടൻറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഗ്രാഫിക്കൽ കണ്ടൻറ്റ് ഉണ്ടാകും. അപ്പം റിട്ടേൺ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻഫോർമാറ്റീവായിട്ടുള്ള ഒരു പേജാണെന്ന് വയ്ക്കാം. അങ്ങനത്തെ പേജാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഈ വിക്കിപീഡിയ പോലത്തെ നമ്മളുടെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ നമ്മൾ റിട്ടേൺ കണ്ടൻറ്റാണ് കുറേ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് പാരഗ്രാഫ് ടൈപ്പിംഗ് ആണ്. അതായത് സെർട്ടൻ ലൈൻസ് കഴിയുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു പാരഗ്രാഫായിട്ട് മാറ്റും. ഓക്കെ, അപ്പം കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഡിസൈനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാരഗ്രാഫ് ടൈപ്പിംഗ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് പേജ് വ്യൂ ആയിട്ടാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ തന്നെ നമ്മൾ യൂസേഴ്സിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ വേ ഓഫ് വ്യൂവേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിന് കൂടുതലായിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് പേജ് വ്യൂ ആണ് റെഫർ ചെയ്യുന്നത്. പേജ് വ്യൂ മീൻസ് പാരഗ്രാഫ് ടൈപ്പ് അല്ലാതെ ഇൻഫോർമേഷൻസ് ഒരുപാട് ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, ലൈക്ക് നമ്മളുടെ ടെക്സ്റ്റൊക്കെ പോലെ കൊടുക്കുന്നതാണ് പേജ് വ്യൂ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, സെർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രോപ്പർ സ്പേസിങ് കൊടുത്തുകൊണ്ട് ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടാകും, അതിനെ നമ്മൾ ജസ്റ്റ് പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. അതർവൈസ് പേജ് വ്യൂ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വായിക്കുക എന്നുള്ളത് നോർമൽ യൂസേഴ്സിന് ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും, പാരഗ്രാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് റിട്ടേൺ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇമേജസ്. ഓക്കെ, റിട്ടേൺ കണ്ടൻറ്റും ഉണ്ടാകും, അതിന് കൂടാതെ ഇമേജസ് കൊടുക്കുന്നതും നമ്മൾ ഡിസൈനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമേജസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ആമസോൺ പോലത്തെ സെല്ലിംഗ് ആസ്പെക്റ്റ് വരുന്ന വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഇമേജസ് യൂസ് ചെയ്യാം. റിട്ടേൺ കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഇമേജസിനാണ്. പക്ഷേ അതല്ലാതെ നമ്മൾ വിക്കിപീഡിയ പോലത്തെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റിട്ടേൺ കണ്ടൻറ്റ് ആണ്. അപ്പോൾ അവിടെ ഇമേജസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൊരു ഇമേജ് മാത്രമാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. ഓഡിയൻസ് മീൻസ് കൂടുതലായിട്ട് ഇമേജസിന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പേജ് സെറ്റ് ചെയ്യുന്നത്. ചില യൂസേഴ്സ് എന്തായിരിക്കില്ല, കൂടുതലായിട്ട് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് വ്യൂ ചെയ്യുന്നത് വഴി നമ്മളുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നവരുണ്ടാകും. അങ്ങനത്തെ യൂസേഴ്സിനെ കാറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കംപ്ലീറ്റ് ഇൻഫോർമേഷനെ ജസ്റ്റ് ഡയറക്ഷണൽ വേയിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ ഒരു ഇല്ലസ്ട്രേഷൻ കാണുന്നത് വഴി തന്നെ എന്താണ് നമ്മൾ മീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അതല്ല കൂടുതലായിട്ട് നമുക്ക് ഇല്ലസ്ട്രേഷൻസ് അല്ലാതെ ഫോട്ടോഗ്രാഫ്സ് റിയൽ ഇമേജസ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ നെയിം, അതിൻ്റെ ഇമേജസ്, ഡിഫറെൻറ്റ് ഇമേജസ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇനി ഇമേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമേജസ് ഒരുപാട് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് വ്യൂ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലോഡ് ചെയ്യുന്ന ടൈമാണെന്നുണ്ടെങ്കിലും. ലോഡിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇമേജസ് കൊടുക്കുന്നോ അതിനനുസരിച്ച് ലോഡിംഗ് ടൈം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇമേജസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്ന് യൂസേഴ്സാണ്. യൂസേഴ്സ് എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതേസമയം ലോഡിംഗ് ടൈം
അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടെ കൺസിഡർ ചെയ്യണം. ഒരുപാട് ഇമേജസ് കൊടുക്കുന്ന സമയത്ത് അട്രാക്റ്റീവ്നെസ് കൂടുതലാണെങ്കിൽ കൂടെ അവിടെ നമുക്ക് ലോഡിങ് ടൈം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഫാസ്റ്റ് ലോഡിങ് ഇല്ലാത്ത വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പെട്ടെന്ന് അതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ്നെസ്സും ആൻഡ് ലോഡിങ് ടൈമും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പേജ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ ഓഡിയൻസ് റിക്വയർമെൻറ്റ്സ് എന്നുള്ള ഹെഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 5 ഹെഡിങ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം, അവരുടെ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കളർ സ്കീം സെറ്റ് ചെയ്യുന്നതും ആൻഡ് ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നതും ദെൻ ഫോണ്ട് സെലക്ട് ചെയ്യുന്നതും കണ്ടൻറ് ആൻഡ് ഇമേജസിൻ്റെ പ്രോപ്പർ അലൈൻമെൻറ്റ് എന്ന് പറയുന്നതും ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ.